ഹല്ലേലൂയ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവൾക്ക് കുവൈറ്റിലോ ബഹ്റൈനിലോ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവള് പറയുന്നൊരു കാര്യം, എനിക്ക് ഈ മെഡിക്കൽ ഞാൻ തൂക്കുകയാണെങ്കിൽ എനിക്കുണ്ടാകുന്ന ലാഭങ്ങളെക്കുറിച്ചാണ് അവൾ ചിന്തിക്കണത്. സാധാരണ മെഡിക്കൽ തോറ്റുള്ള ആൾക്കാർ നഷ്ടങ്ങളെക്കുറിച്ചല്ലേ ചിന്തിക്കത്തുള്ളൂ. ഏജൻറ്റിന് കാശ് കൊടുത്തു പോയി, ഇനി അയാൾ അതും കൊണ്ട് മുങ്ങുക, ഇനി തിരിച്ച് കിട്ടുക, റീഫണ്ടബിൾ ആണാ, ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. ഇവർ ചിന്തിക്കണം അങ്ങനെയല്ലേ. ഇവർ പറയണത്, ഈശോ ഈ മെഡിക്കൽ തോറ്റാൽ എനിക്കൊരു ലാഭമുണ്ട്. എന്താ കാര്യം? എനിക്ക് നാട്ടിൽ നിന്ന് ഒരു കുർബാന കൂടുതൽ കൂടാവുന്നു. ഇതാണ് വിഷയം. കാര്യം ഇവർ പോണ രാജ്യത്ത് കുർബാനയില്ല. അപ്പം അവർ പറയണത്, ഞാൻ ഒരു ദിവസം കൂടുതലാണ് ഇവിടെ നിൽക്കണമെങ്കിൽ എനിക്കെന്താ നേട്ടം? എനിക്ക് ഒരു കുർബാന കൂടുതൽ കൂടാം. അപ്പം ഇവർ തമ്മിലുള്ളൊരു ബന്ധവും റിലേഷനും ഒക്കെ വേറെ ലെവലിലേക്ക് പോവുകയാണ്. ഇനി രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് സങ്കടം വരുമ്പോൾ ഇവളെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുറകിൽ മാതാവിൻ്റെയും ഈശോൻ്റെയും രൂപത്തിൻ്റെ പറയുന്നിട്ട് ഇവർ സെൽഫി എടുക്കും. ഇങ്ങനെ അതാ വിഷയം. നമ്മൾ കൂട്ടുകാരുമായിട്ടല്ലേ സെൽഫി എടുക്കുന്നത്. അതായത് ദൈവസ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ ലെവലാണ് ഈ ലെവല്. അതായത് ആധുനിക കാലത്ത് മനുഷ്യൻ ആധുനികമായ സംവിധാനങ്ങളോട് ജീവിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് അവരുടെ ആ റിലേഷനെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്കിരിക്ക് സങ്കടം വിഷം വരുമ്പോൾ ഈ പണ്ടെടുത്ത സെൽഫി എടുത്ത് നോക്കും. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നമ്മളിങ്ങനെ റിലേഷനിലാണെന്ന് മനസ്സിലാകും. അതാണ് വിഷയം. ദൈവമായിട്ട് റിലേഷനിലായാൽ മാത്രമേ വിശുദ്ധിയിൽ വളരാൻ പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ സ്നേഹിക്കുന്ന ആളുമായിട്ട് ടേംസ് ആകാൻ എപ്പോഴും നമ്മൾ നോക്കത്തുള്ളൂ. ഇപ്പം ഈ വിശുദ്ധിയുടെ മാനദണ്ഡം നമ്മൾ ദൈവസ്നേഹമാണ്. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഓർത്തേക്കണം. ഒരു വ്യക്തിക്ക് വിശുദ്ധി ഉണ്ടാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധിയെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വിശുദ്ധിയെ ഫോക്കസ് ചെയ്താൽ നമ്മുടെ കൂദാശകളും കാറ്റക്കിസും ഒക്കെ ചില സമയത്തെങ്കിലും ടെക്നിക്കലായിട്ട് വിശുദ്ധിയിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു സാങ്കേതിക ജ്ഞാനമാണെന്ന് തരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാങ്കേതിക ജ്ഞാനത്തേക്കാളുപരി ആത്മബന്ധത്തിൻ്റെ ഒരു സ്വകാര്യ ജ്ഞാനം, സ്നേഹജ്ഞാനമുണ്ട്. അതെന്ന് പറയുന്നത് ഈ ദൈവസ്നേഹത്തിലൂടെയാണ് വിശുദ്ധി വർദ്ധിപ്പിക്കുന്നത്. അപ്പം നമ്മൾ വിശുദ്ധിയെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആരെയാണ്? കർത്താവിൻ്റെ ആത്മബന്ധമാണ് ഉണ്ടാക്കേണ്ടത്. ആത്മബന്ധം ഈശോയുമായിട്ട് ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് വിശുദ്ധി ഉണ്ടാകും. കാര്യം വിശുദ്ധി എന്ന് പറയണത്, ഹോളിനെസ് എന്നൊക്കെ പറയണത് ദൈവസ്നേഹത്തിൽ നിന്ന് സ്നേഹം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റായിട്ട് ഉൽപ്പന്നമായിട്ട് വരണതാണ് ഈ വിശുദ്ധി എന്ന് പറയണത്. അപ്പം ദൈവസ്നേഹമാണ് വിഷയം. അപ്പം ദൈവസ്നേഹത്തിനുള്ള ഗുണം, ദൈവസ്നേഹത്തിൻ്റെ കറക്റ്റ് അനുഭവത്തിലേക്ക് ഉടമ്പടിയുടെ ശരിക്കും പക്കാ നിയോഗം എന്ന് പറഞ്ഞത് ദൈവസ്നേഹമാകണം. ഇന്നല്ലെങ്കിൽ നാളെ ആകണം മക്കളെ. ചിലപ്പോൾ ആദ്യകാലങ്ങളാകാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. കാര്യം നിങ്ങൾ ചൂടുവെള്ളത്തിൽ നിൽക്കുന്ന ആളാണ്. ചൂടുവെള്ളത്തിൽ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു വറുത്ത മണ്ണിൽ നിൽക്കുന്ന ആളാണ്. അവർ പ്രഥമമായിട്ട് എന്താണ് ഫസ്റ്റ് എയ്ഡ്? എന്താണ്? ആ മണ്ണിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡ്, അല്ലേ? ചൂടുവെള്ളത്തിൽ നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് മാറുക എന്നുള്ളതാണ് ഫസ്റ്റ് എയ്ഡ്. അത് ഉടമ്പടി ഫസ്റ്റ് എയ്ഡ് നടക്കും. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി വരുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ് ഒരു 10-60% ആൾക്കാർ. എന്നുവെച്ചാൽ ആ വസ്തു വിറ്റാൽ ഓക്കെയാണ്, തീർന്ന പരിപാടി. ഇപ്പം അനില അങ്ങനെയല്ല പറയണത്. അനില ഉടമ്പടി എടുത്തുമ്പോൾ ആദ്യം ഞാൻ 90 ദിവസത്തെ പരിപാടിയില്ലേ ഉള്ളൂ. 90 ദിവസം കഴിയുമ്പോൾ പിന്നെ
ആ റിലേഷൻ, അപ്പോൾ എനിക്ക് പഴയതുപോലെ ആകാവില്ല എന്ന് വിചാരിക്കും. ഇത് അനിലെ മാത്രമല്ല, എല്ലാവരുടെ മനസ്സിലും ഉള്ള ഒരു മനസ്സിരിപ്പാണ്. 90 ദിവസത്തെ പരിപാടിയിലേ ഉള്ളു. ജയിച്ചാലും തോറ്റാലും നമുക്ക് പുറത്തു വരാനില്ല എന്ന് പറ്റും. പക്ഷെ 90 ദിവസത്തെ പരിപാടി അല്ല ഇത്. സത്യസന്ധമായിട്ട് ദൈവത്തെയാണ് നീ അന്വേഷിക്കണമെങ്കിൽ ഇത് ലൈഫ് ലോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റാണ്. എന്താ കാര്യം? ഈ ദൈവസ്നേഹം എന്ന് പറഞ്ഞ് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പൗലോസ് ഈ ദൈവസ്നേഹം അനുഭവിച്ചിട്ട് പറഞ്ഞത്, ഈ ആപത്ത് വന്നാലും ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയും, നഷ്ടം വന്നാലും ഐ ഡോണ്ട് മൈൻഡ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താൻ കഴിയും? ആ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 8:35 ശ്രുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 8:35. റോമ 8:35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പറഞ്ഞേ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ക്ലേശമോ ദുരിതമോ ദുരിതമോ പീഡനമോ പീഡനമോ പട്ടിണിയോ പട്ടിണിയോ നഗ്നതയോ നഗ്നതയോ ആപത്തോ ആപത്തോ വാളോ വാളോ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഓർക്കും, ഇതെല്ലാമാണ് സാധാരണഗതിയിൽ ദൈവത്തെ മനുഷ്യനിൽ നിന്ന് വേർപെടുത്തുന്നത്. ദൈവത്തെ മനുഷ്യനിൽ നിന്ന് വേർപെടുത്തുന്നതും മനുഷ്യനെ നിരീശ്വരന്മാരാക്കുന്ന സാധനമാണ് ഇതെല്ലാം. ഈ നിരീശ്വരവാദം വന്നതെങ്ങനെ ഇവിടെ? ഇതുപോലെയുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് ആൾക്കാർക്ക് ഉണ്ടാകുമ്പോഴാണ് ഇത് വരുന്നത്. എന്തൊക്കെയാണുള്ളത്? ഈ നിരീശ്വരവാദമോ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസക്കുറവോ വിശ്വാസ അപാചയം വരണ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ, ഒന്ന് വായിച്ച്. ക്ലേശങ്ങൾ വരുമ്പോൾ വിശ്വാസം തന്നു പോകും ശരിക്കും. അപ്പോൾ അത് അധർമ്മം വർദ്ധിക്കുമ്പോൾ, ക്ലേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും കൊണ്ടും ഉണ്ടാകല്ല, അധർമ്മം കൊണ്ടും ഉണ്ടാകാം. അധർമ്മം വർദ്ധിക്കുമ്പോൾ, ധർമ്മം വർദ്ധിക്കുമ്പോൾ ശ്രുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൽ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൽ നിഴലാക്കണേ. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിൽക്കാനായിട്ട് സഹായിച്ച പരിശുദ്ധ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കൊടാനുകൂടി നന്ദി. എൻ്റെ പേര് ജൂലി സെബാസ്റ്റ്യൻ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് സഭാംഗമാണ്. ഞാൻ നേഴ്സായിട്ട് ന്യൂസിലൻഡിലാണ് വർക്ക് ചെയ്യണത്. ഇവിടെ ഞാൻ ഉടമ്പടിയെപ്പറ്റി ഇതെൻ്റെ ഹസ്ബൻഡ് നിതിൻ ആൻഡ് ഇതിൻ്റെ ബേബി അന്ന മരിയ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടിയെപ്പറ്റി കൃപാസനത്തെപ്പറ്റി കേട്ടത് എൻ്റെ മമ്മി പറഞ്ഞിട്ടാണ്. എൻ്റെ മമ്മി 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബന്ധുമിത്രാദികളൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെപ്പറ്റി, അമ്മ മാതാവ് ഒത്തിരിയേറെ മക്കൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് സമയത്ത് ഞാൻ കാനഡയ്ക്ക് വേണ്ടി എൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഒത്തിരിയേറെ തടസ്സങ്ങളായിരുന്നു. ഞങ്ങൾ കാനഡ പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഖത്തറിൽ ഹമദിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് നാട്ടിലായിരുന്നു. ഹസ്ബൻഡ് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഹസ്ബൻഡിന് സാധിച്ചില്ല. ഹസ്ബൻഡ് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ സമയത്താണ് എനിക്ക് കാനഡയിൽ നിന്നൊരു ന്യൂഫൗണ്ട്ലാൻഡിൻ്റെ സബ്മിഷനൊക്കെ കിട്ടിയതും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനി സബ്മിറ്റ് ചെയ്തു. പക്ഷേ മറ്റുള്ളവർക്കെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടും എനിക്ക് എൻ്റെ പ്രൊസീജിയർ മുന്നോട്ട് പോയില്ല. അപ്പം ഞാനത് വിശ്വസിച്ചു. ഹസ്ബൻഡ് അത് കണ്ടിന്യൂ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ
ന്യൂസിലൻഡിലേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ സബ്മിഷൻ കൊടുത്തത്. ന്യൂസിലൻഡിൽ കൊടുത്ത സമയത്ത് അതും ഒത്തിരിയേറെ തടസ്സങ്ങളായിരുന്നു. അപ്പം ഞാൻ ഖത്തറിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിരുന്നു. ഞങ്ങൾ ബേബിക്ക് വേണ്ടി ഒന്ന് സെറ്റിലായിട്ട് ബേബിനെ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ അതിനു വേണ്ടി ട്രൈ ചെയ്തിട്ട് നാച്ചുറലി ബേബി ഉണ്ടാകാത്തൊരവസ്ഥയായി. അങ്ങനെ പല പല ഹോസ്പിറ്റലിൽ കാണിക്കാൻ തുടങ്ങി. അപ്പം ജോബിൻ്റെ കാര്യം ഞങ്ങൾ അവിടെ വെച്ച് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ഖത്തറിൽ നിന്ന് റിസൈൻ ചെയ്തു. ജോബിൻ്റെ കാര്യം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് പല പല ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷേ എല്ലാ ടെസ്റ്റുകളും നോർമലായിരുന്നു, ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവർ നിങ്ങൾക്ക് ഇങ്ങനെ വർഷങ്ങൾ നീണ്ടുപോകല്ലേ, നിങ്ങൾ IVF ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അവരത് സജസ്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് IVF ചെയ്യാനായിട്ട് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം പരിശുദ്ധ അമ്മ മാതാവും ഈശോയും ഒത്തിരിയേറെ മക്കൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെപ്പറ്റി ഞാനിങ്ങനെ നിരന്തരം യൂട്യൂബിലൊക്കെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും എല്ലാം സാധ്യമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് വേറൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടി തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് 42 എന്നൊരു സംഖ്യ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് 42ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ മാസങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് 42 എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അച്ഛൻ്റെ ഒരു ഉടമ്പടി ധ്യാനം നടക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനം കൂടാറുണ്ട്. അന്ന് ഒരു ഉടമ്പടി ധ്യാനം കൂടുന്നതിന് മുന്നേ തന്നെ ഞാൻ ശക്തിയായിട്ടിങ്ങനെ മാതാവിനോട് തീക്ഷ്ണമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ അച്ഛൻ എന്താണ് 42 എന്ന് പറഞ്ഞത് എനിക്ക് എന്തായാലും ഒന്ന് കാണിച്ചു തരണം. അന്ന് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് സമയത്ത് അച്ഛൻ മറ്റൊരാളുടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ലൂക്ക 1:42 എന്നിങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ ലൂക്ക 1:42 ഇത് 42 ആണല്ലോ അച്ഛൻ പറയുന്നത്. അപ്പം ഞാൻ ലൂക്ക 1:42 എടുത്ത് വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് സ്ത്രീകളിൽ നീ അനുഗ്രഹീത, നിൻ്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്, അതാണ് എനിക്ക് ലഭിച്ചത്. അപ്പം ഞാനിങ്ങനെ ഓർത്തിതെന്താണ് ഇങ്ങനെ. അപ്പം ജപമാലയ്ക്കകത്ത് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിൻ്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത്, അങ്ങനെയാണല്ലോ ചെല്ലുന്നത്. ഞാൻ നിരന്തരം ജപമാല ചൊല്ലി നടക്കുന്ന ആളാണ്. അപ്പം അച്ഛൻ അതിലൂടെ പറഞ്ഞത് ജപമാല ചൊല്ലി ഇങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക, തീർച്ചയായിട്ടും ഭാവന ലഭിക്കും എന്നാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് അതിലൂടെ തെളിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങൾക്ക് ബേബിനെ തന്നു. എല്ലാവരും IVF ചെയ്യണമെന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എന്നാലും വർഷങ്ങളായിട്ട് നീണ്ടു പോകുന്നത് കൊണ്ട് IVF ചെയ്യണമെന്ന് പറഞ്ഞ് പലയിടത്തും ഡോക്ടർ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവമായ കർത്താവിലാണ്, ദൈവമായ കർത്താവിന് എല്ലാം സാധ്യമാണ്. അതുപോലെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ തന്നെ പരിശുദ്ധ അമ്മ മാതാവും ഈശോപ്പായും ഞങ്ങൾക്ക് ബേബിനെ നൽകി. ബേബിയുടെ പേര് അന്ന മരിയ എന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. 2025 ഒക്ടോബർ 23 ഒക്ടോബർ മാസം ജപമാല മാസത്തിൽ തന്നെയാണ് ഈ ബേബിനെ ഞങ്ങൾക്ക് ലഭിച്ചത്. അത് വളരെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് 8 വർഷത്തിന് ശേഷം. അടുത്തതായിട്ട് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നുകൊണ്ട് ഞങ്ങൾ ഖത്തറിൽ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് കുറച്ച് കാലം നിന്നായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ന്യൂസിലൻഡ്, UK, അയർലൻഡ് ഇങ്ങനെ ഓരോരോ സ്ഥലത്തും അപ്ലൈ ചെയ്തു. എനിക്ക് എല്ലാ സ്ഥലത്തു നിന്നും ഓഫർ ലെറ്റർ വന്നു. കാനഡയുടെ പ്രൊസീജിയർ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. അപ്പം ബേബിയുടെ കാര്യം വന്നുകൊണ്ട് അപ്പം ന്യൂസിലൻഡ് പ്രൊസീജിയർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ന്യൂസിലൻഡിൻ്റെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വിസയ്ക്ക് ഒത്തിരിയേറെ തടസ്സമുണ്ടായി. വിസയ്ക്ക് ഞാൻ കമ്പ്യൂട്ടറൈസ്ഡ് OET എക്സാമാണ് എഴുതിയത്. അപ്പോൾ ഇമിഗ്രേഷൻകാർ അവിടെ നിന്ന് നോക്കുമ്പോൾ അവർക്ക് കമ്പ്യൂട്ടറിനകത്ത് റിസൾട്ട് കാണാൻ പറ്റുന്നില്ല, അവർക്ക് വിസ അപ്രൂവ് ചെയ്യാൻ പറ്റണില്ല.
അങ്ങനെ ഞാൻ ഓസ്ട്രേലിയൻ OIT ക്ലബിൽ അവിടെ എല്ലാ ഹബിലും വിളിച്ചു, ഞാൻ എക്സാം സെൻറ്ററിൽ വിളിച്ചു, ഒന്നും ഫലവത്തായില്ല. അതേപോലെ തന്നെ ഞാൻ ആ സമയത്ത് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഒരു ടൈമിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അച്ഛ ഇതുപോലെ ദൈവമേ എനിക്ക് ഇതിൻ്റെ ഒരു ഡിലേ എന്താണ് ഇതിൻ്റെ തടസ്സം, അത് മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതൊരു ഡിസംബർ 8 ചൊവ്വാഴ്ചയായിരുന്നു. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളാണ്. അത് വളരെയേറെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എനിക്ക്. അന്ന് ഞാൻ ഡിസംബർ 8 2023 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം. അന്ന് അച്ഛൻ എന്നത്ത് പറയുകയാണ് ഡിസംബർ 10 ഡേറ്റ് പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ 10 എന്നുള്ള സംഖ്യ ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഞാൻ ഡിസംബർ 8 ആയല്ലോ, അപ്പം ഞാൻ 10 എന്നുള്ള ഡേറ്റ് ഇട്ട് ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ ഈ തടസ്സം മാറ്റി തരണേന്ന്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് ഡിസംബർ 10-ാം തീയതി 10 മണിക്ക് എനിക്ക് വിസ കിട്ടുവാനായിട്ട് സഹായിച്ചു. അതെനിക്ക് വളരെ അത് അത്ഭുതകരമായിട്ട്, ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൽ എനിക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നിയത്. അങ്ങനെ ഞാൻ ന്യൂസിലൻഡിൽ പോവുകയുണ്ടായി. ന്യൂസിലൻഡിൽ പോയി ക്യാപ് കോഴ്സ് ചെയ്തു. ആ സമയത്താണ് അവിടെ വേക്കൻസികളെല്ലാം കഴിഞ്ഞു, ആൾക്കാരുകളെല്ലാം നഴ്സുമാരെല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്, അവിടെ ജോബ് കിട്ടാണ്ട്. കാരണം അവർക്കെല്ലാം ഫില്ലായി, അവർക്ക് ആവശ്യമില്ല ജോബ് നേഴ്സസിനെ. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാനവിടെ ചെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അവർക്ക് ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ് കിട്ടിയത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. ഞാൻ ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എവിടെയാണോ ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ് കിട്ടിയത് ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ മാത്രം വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. ആ വേക്കൻസിയിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടുകയും എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർക്കാർക്കും എൻ്റെ കഴിവ് കൊണ്ടല്ല, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അവിടെ ജോബ് ലഭിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ ക്യാപ് കോഴ്സ് ചെയ്യാമെന്ന നഴ്സസ് എല്ലാം നാട്ടിൽ പോയ സമയത്തും എൻ്റെ അമ്മ മാതാവ് എനിക്ക് അവിടെ ഗവൺമെൻറ്റിൽ തന്നെ ജോബ് തന്നനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ചെറുതായിട്ട് മദ്യപാനം കൂട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാനതിന് വളരെ എതിർത്തായിരുന്നു. എനിക്ക് ചെറുതായിട്ടാണെങ്കിൽ പോലും മദ്യപിക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല. ഞാനപ്പം മാതാവിനോട് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ട് മാറ്റിത്തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ സമയത്ത് ന്യൂസിലൻഡിൽ വെച്ച് ഹസ്ബൻഡിന് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് കൺവിക്ഷൻ ഉണ്ടാകുകയും അത് ഇമിഗ്രേഷനിൽ വരെ ഡിപ്പോർട്ടേഷൻ വരെ ഉണ്ടാകാനായിട്ടിടയായി. അത് ഹസ്ബൻഡിന് ഭയങ്കര സമയവും മണി നഷ്ടമൊക്കെ ഉണ്ടായ സമയമാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇതുപോലെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് നേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ആ ഡിപ്പോർട്ടേഷൻ അത് പരിശുദ്ധ അമ്മ മാതാവ് സസ്പെൻഡ് ചെയ്തു. ഒരു കുഴപ്പമൊന്നും ഉണ്ടാകാതെ, വിസയ്ക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടാകാണ്ട് പരിശുദ്ധ അമ്മ മാതാവ് ഈശോപ്പയെ ഞങ്ങളെ സംരക്ഷിച്ചു. അമ്മ മാതാവും ഈശോപ്പയും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്കും അപ്പയ്ക്കും കോടാനുകോടി നന്ദി. കാരുണ്യപ്രവൃത്തികൾ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ പോകാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടുത്തെ അമ്മമാരെ ശുശ്രൂഷിക്കാറുണ്ട്. അവർക്ക് വേണ്ടുന്ന ഫുഡും അവർക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ മിക്ക മാസങ്ങളിലും പോയി, ഞങ്ങളില്ലെങ്കിലും വീട്ടിൽ അമ്മേനെയും അപ്പനെയും കൊണ്ട് പോയി അവിടെ സഹായിക്കാറുണ്ട്. എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ രോഗി ശുശ്രൂഷ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ രോഗികൾക്ക് ഞാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു കൊടുക്കാൻ, അവരോട് ഈശോയെപ്പറ്റി മാതാവിനെ പറ്റി പറയുവാനായിട്ടും എനിക്ക് സാധിച്ചു. ആത്മീയ ജീവിതം ഞാൻ ചെറുപ്പം മുതലേ ജപമാല ചൊല്ലി അമ്മ മാതാവിൻ്റെ കൊണ്ടു നടക്കുന്ന ആളാണ്. ജപമാല എപ്പോഴും എൻ്റെ കൂടെ എൻ്റെ പോക്കറ്റിലുണ്ടായിരിക്കും, എൻ്റെ കയ്യിലുണ്ടായിരിക്കും. ഞാൻ എവിടെ പോയാലും ജപമാല ചൊല്ലി നടക്കുന്ന ആളാണ്. ജപമാലയിൽ എനിക്ക് കൂടുതലായിട്ട് ഓരോ ലൈൻ ചെല്ലുമ്പോഴും പരിശുദ്ധ അമ്മ മാതാവിനെ പറ്റിയും ഈശോപ്പയെ പറ്റി സ്തുതിച്ച് ജപമാല ചൊല്ലാനുള്ള തീക്ഷ്ണമായ ഒരു അനുഭവം, ഒരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു. പിന്നെ ഉടമ്പടി എടുത്തതിനെ തുടർന്ന് ഞാൻ എല്ലാ ദിവസവും എനിക്ക് ന്യൂസിലൻഡിലായിരുന്നപ്പോഴും
അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചതാണ്, അമ്മേ എനിക്ക് അക്കോമഡേഷൻ തരുന്നത് അമ്മയുടെ പള്ളിക്ക് അടുത്തായിരിക്കണേന്ന്. അത് വളരെ അത്ഭുതമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് അക്കോമഡേഷൻ കിട്ടിയത് സെൻറ്റ് മേരീസ് ബസിലിക്ക ചർച്ചിൻ്റെ അടുത്ത് 5 മിനിറ്റ് ദൂരം നടന്നു പോകാനുള്ളൊരു സ്ഥലത്താണ്. അതെനിക്ക് വളരെ അത്ഭുതമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പള്ളിയിൽ ചെന്ന് കുർബാന കൂടുവാനായിട്ട് സാധിച്ചു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കൂടുതലായിട്ട് അനുദപിക്കാനും ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും മുന്നിൽ അനുതാപത്തിൽ തലയുയർത്തി നിൽക്കാനും അനുദപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഈശോയുടെയും അമ്മയുടെയും മുന്നിൽ വളരെ വളരെ നല്ല വ്യക്തിയായിട്ട് നിൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അതെനിക്ക് വളരെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടായ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. മനസ്സിലെ ഭാരങ്ങളെല്ലാം മാറി ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി ആയിരിക്കുവാനായിട്ട് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ബിന്നി, ഇത് അമല. ആദ്യമായി ഞങ്ങൾ പ്രത്യക്ഷീകരണ മാതാവിനും കൃപാസന മാതാവിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ലഭിച്ചൊരു വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ വരുന്നത് പാലായിലെ തെടനാടെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഇപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് 2020 ഫെബ്രുവരിയിലായിരുന്നു. കല്യാണം കഴിഞ്ഞ് 4 കൊല്ലമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളെ ലഭിച്ചിരുന്നില്ല. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റുകൾ പലത് ചെയ്തിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല. 2022 വൈഫിനൊരു ബ്ലീഡിങ് വന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു. ഞങ്ങൾ ദുബായിലായിരുന്നു ആക്ച്വലി. ഞങ്ങൾ നാട്ടിൽ വന്ന് ഞങ്ങൾ ഒരു കേരളത്തിൽ തന്നെ ഇവിടെ തന്നെ ഒരു പ്രശസ്ത ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെക്കപ്പ് ചെയ്തപ്പം ബ്ലീഡിങ്ങിൻ്റെ കാര്യം അത് സിസ്റ്റാണ്, പക്ഷേ നോർമലായിട്ട് പ്രഗ്നൻസി നടക്കില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. IVF ആയിരുന്നു ഒരു ഓപ്ഷനായിട്ട് പറഞ്ഞത്. അതും ഞങ്ങൾ ജൂൺ മാസത്തിലാണ് വന്നത്. ഡിസംബറിനുള്ളിൽ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് IVF-നോട് താല്പര്യമില്ലായിരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ദുബായ്ക്ക് പോയി. അത് കഴിഞ്ഞ് 2023 ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി ആദ്യത്തെ മാസം തന്നെ ഇവൾ നോർമൽ പ്രഗ്നൻ്റായി. അത് ഞങ്ങൾ ആദ്യം അത് ചെയ്തിരുന്നത് ഉടമ്പടി എടുത്ത ശേഷം എന്നും വിശുദ്ധ തൈലം കൊണ്ട് വയറിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി അങ്ങനെയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ 2023 മെയ് മാസത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് പുതുക്കി. അതിൻ്റെ അടുത്ത മാസം അവൾ പ്രഗ്നൻ്റായി. കറക്റ്റ് ഫെബ്രുവരി 4-ാം തീയതി, അതായത് ഇന്ന് കൊച്ചിൻ്റെ 1ാം പിറന്നാളാണ്. ഫെബ്രുവരി 4 ചൊവ്വാഴ്ച, ഫെബ്രുവരി 4 ചൊവ്വാഴ്ച തന്നെയാണ് കൊച്ചുണ്ടായത്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 8 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നോർമൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹെൽത്ത് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പം കൊച്ചിൻ്റെ കാലിൽ 2 കാലിലും തമ്മിൽ നീള വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അത് അവിടുത്തെ നേഴ്സ് നോക്കി മെഷർ ചെയ്ത് കാണിച്ചു തന്നു. ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്ററോളം വ്യത്യാസം. ഇത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഇത്രയും വ്യത്യാസമുണ്ട്, അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പം ആകെ ഞങ്ങൾക്ക് വിഷമമായി, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് തൈലം കൊണ്ട് കാലെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ അത് കാണാനില്ല. രണ്ട് കാലും
ഒരേപോലെ ഒരേ അളവ് തന്നെ. എൻ്റെ പേര് കൃപാമരിയ എന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. മാതാവിനോടുള്ള സ്നേഹത്തിൽ പ്രതി ഞങ്ങൾ കൊച്ചിന് കൃപാമരിയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതുപോലെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പത്രം ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ടായിരുന്നു. അത് പള്ളികളിലും അടുത്ത വീടുകളിലും എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത് ഞങ്ങളുടെ ഒരു പരിചയമുള്ള ഒരു കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തതാണ്. അവരോടെ ഒരു കൊച്ച് തളർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് സഹായം ചെയ്യുമായിരുന്നു. അല്ലെ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത 1-2 പേരുണ്ടായിരുന്നു. അവർക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ സഹായം ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു.